ഒരു സ്മാർട്ട് വാച്ച് മേടിക്കണമെന്ന് കുറച്ച് നാളായിട്ട് ആലോചിച്ചടക്കായിരുന്നു. അപ്പോഴാണ് നോയ്സിൻ്റെ ColorFit Pro 3 ലോഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് മേടിച്ചാണ് ഈ ഒരു ഐറ്റം. ഇതിന് മുമ്പുണ്ടായിരുന്ന ColorFit Pro 2 എന്ന് പറഞ്ഞ എഡിഷനിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് അവർ ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ബിഗർ ആൻഡ് ബെറ്റർ ഡിസ്പ്ലേ, 5 ATM വാട്ടർ അസിസ്റ്റൻറ്റ്, SPO2 സെൻസർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ പുതിയ എഡിഷൻ. സോ ടൈം കളയാണ്ട് നമുക്ക് ഈ ബോക്സ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ചാർജിങ് കേബിൾ, ColorFit Pro 3, വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ഇത്രയും സാധനമാണ് ബോക്സിനകത്ത് വരുന്നത്. ഈ ഡിവൈസ് സെറ്റപ്പ് ചെയ്യാനാണെങ്കിൽ വളരെ ഈസിയാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും നോയ്സ് ഫിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും ഫോണിലേക്ക്. പക്ഷേ ലോഗിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കാരണം കുറേ കൂടി ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമുക്കിതിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് സ്റ്റാർട്ട് ചെയ്യാം. ColorFit Pro 2 പോലെ തന്നെ ഇതിനും സ്ക്വയർ ഡയലാണ്. കൂടാതെ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് പോളി കാർബണേറ്റ് വെച്ചാണ്. മാത്രമല്ല ഒരു ഗ്രേ മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്, നല്ല പ്രീമിയം ലുക്ക് ഉണ്ട് ഇതിന്. റൈറ്റ് സൈഡ് സെൻട്രലായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് മെനു ഓപ്ഷൻസ് ഒക്കെ കിട്ടും. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് സെൻസറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സെൻട്രലായിട്ട് ഹാർട്ട് റേറ്റ് സെൻസറുണ്ട്, SPO2 സെൻസർ തൊട്ട് സൈഡിലായിട്ട്. ബാക്കി മുകളിൽ കാണുന്നത് ചാർജിങ് ടെർമിനൽസ്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു പ്രൊപ്രൈറ്ററി മാഗ്നറ്റിക് ചാർജർ കേബിളാണ്. ചാർജ് ചെയ്യാനായിട്ട് വാച്ചിൻ്റെ ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരുന്നോളും. അപ്പം ഇതിൻ്റെ ഈ ചാർജിങ് അനിമേഷനൊക്കെ വളരെ ഭംഗിയാണ് കാണാൻ. സ്ട്രാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചാണ്. കൂടാതെ ബക്കിൾ ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റായിട്ട് കയ്യിലിരുന്നോളും. സ്ട്രാപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഹുക്ക് മെക്കാനിസം വെച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാനും ഏത് കളറിലുള്ള സ്ട്രാപ്പ് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യാനും എളുപ്പം സാധിക്കും. ആപ്പിൾ വാച്ചൊക്കെ പോലെ അത്ര സോഫ്റ്റ് അല്ലെങ്കിലും ബട്ട് ഈക്വലി കംഫർട്ടബിൾ ആണ്. മാത്രമല്ല ലൈറ്റ് വെയിറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്ലീപ്പ് ട്രാക്കിങ്ങിനൊക്കെ വേണ്ടി രാത്രി കെട്ടിക്കിടന്നുറങ്ങുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വരാണെങ്കിൽ ഇതിന് വരുന്നത് 1.55 ഇഞ്ച് LCD റെക്ടാങ്കുലർ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ 320x360 പിക്സൽസ്. ഡിസ്പ്ലേ കാണുന്ന ടെക്സ്റ്റുകളെല്ലാം കുറച്ച് ഷാർപ്പാണ്. അത്യാവശ്യം കളർ റീപ്രൊഡക്ഷനും ഉണ്ട്. AMOLED പാനൽ പോലെ കളേഴ്സ് അത്ര വൈബ്രൻ്റ് അല്ലെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കളറും ക്ലിയർ ഇമേജസൊക്കെ ഈ ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് എഡീഷനേക്കാളും ചെറിയ ബെസൽസ് ആണ് ഈ ഒരു എഡീഷന് വരുന്നത്. പ്രൈസ് ദ ഓപ്ഷൻ വളരെ റെസ്പോൺസീവ് ആണ്. നമ്മൾക്കിത് വേണ്ട എന്നാണെങ്കിൽ ഇത് ഓഫ് ചെയ്യാനുള്ള ഫീച്ചറും നമുക്ക് ഈ വാച്ചിനകത്ത് വരുന്നുണ്ട്. ഈ വാച്ചിൻ്റെ കൂടെ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 210 mAh കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ്. കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 10 ദിവസമാണെങ്കിലും ഈ ബാറ്ററി ലൈഫ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. കാരണം ബ്രൈറ്റ്നസ്, പിന്നെ ഹാർട്ട് ബീറ്റ് സെൻസർ, അതേപോലെ തന്നെ വർക്കൗട്ട് മോഡ്, ഇതൊക്കെ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. എന്നാലും ഒരു 5-6 ദിവസമൊക്കെ എങ്ങനെ പോയാലും നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ വാച്ചിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ATM ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് സ്വിം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ വാച്ച് കിട്ടിയാലും വലിയ കുഴപ്പം വരില്ല. മാത്രമല്ല ഈ ഒരു വാച്ചിന് സ്പെസിഫിക് ആയിട്ട് സ്വിമ്മിംഗ് മോഡ് വരെയുണ്ട്. ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്ങും പൂൾ സ്വിമ്മിങ്ങും. ഈ വാച്ചിന് മൊത്തം 40ഓളം സ്പോർട്സ് മോഡുകളാണ് വരുന്നത്. ഔട്ട്ഡോർ റണ്ണിങ്, ഇൻഡോർ റണ്ണിങ്, സൈക്ലിംഗ്, യോഗ, സ്വിമ്മിങ്, ക്രിക്കറ്റ്, വർക്കൗട്ട് മോഡ്, അങ്ങനെ ഒരുപാട്. നമ്മൾ ഇതിലേതെങ്കിലും ഒരു സ്പോർട്സ് മോഡ് ഓണാക്കി കഴിഞ്ഞാൽ ഡ്യൂറേഷൻ, ഹാർട്ട് റേറ്റ്, കലോറീസ്, ഡിസ്റ്റൻസ്, എത്ര സ്റ്റെപ്പ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യും. ഈ വാച്ചിൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഹാർട്ട് റേറ്റ് സെൻസറാണ് വരുന്നത്. എവറി ഫ്യൂ മിനിറ്റ്സിൽ ഇത് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫീച്ചർ ബാറ്ററി നന്നായിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ സ്ട്രെസ് മോണിറ്ററിംഗ് ഉണ്ട്. നമ്മളുടെ സ്ട്രെസ് ലെവൽസ് എന്താണ്, അതിനനുസരിച്ച് നമ്മുടെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ പറയും, ഡീപ്പ് ബ്രെത്ത്സ് എടുക്കാൻ പറയും. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ SPO2 സെൻസർ. 2-3 തവണ ടെസ്റ്റ് ചെയ്ത് നോക്കി, സംഭവം അടിപൊളിയാണ്, വർക്കിംഗ് ആണ്. ഈ വാച്ചിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരാണെങ്കിൽ താഴേന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ക്വിക്ക് ടോഗിൾസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസ്, ദെൻ ഹാർട്ട് റേറ്റ് സെൻസർ, അത് കഴിഞ്ഞ് സ്ട്രെസ് മോണിറ്ററിംഗ്, ഔട്ട്ഡോർ റണ്ണിങ്, മ്യൂസിക് കൺട്രോൾ, ദെൻ ഹോം സ്ക്രീൻ. ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് കാണാനുള്ള സ്ഥലമുണ്ട്. സൈഡിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിലുള്ള ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും.
ഗോൾഡ്സ്, ഹാർട്ട് റേറ്റ് സെൻസർ, SPOT സെൻസർ, മ്യൂസിക്, ഫൈൻ ഫോൺ, സ്റ്റോപ്പ് വാച്ച്, അലാം, അങ്ങനെ കുറച്ച് ആപ്സ്. ഇനി വാച്ച് ഫേസസിലേക്ക് വരാണെങ്കിൽ ഫോണിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 5 മിക്സ്ഡ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ വാച്ച് ഫേസസ് ഉണ്ടാവും. അതുമാത്രമല്ല നമുക്ക് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് 40ഓളം ഡിഫറെൻറ്റ് വാച്ച് ഫേസസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് വളരെ ഈസിയാണ്. ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അത് കൂടാതെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസസും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ വാച്ച് ഫേസ് ആക്കാനുള്ള ഓപ്ഷനും ഈ വാച്ചിനുണ്ട്. കോൾ വരുമ്പോൾ നമുക്ക് വൈബ്രേഷനോടുകൂടിയുള്ളൊരു റിമൈൻഡറാണ് വരുന്നത്. ആൻഡ് നമ്പറും കോൺടാക്റ്റ് നെയിമും ഉണ്ടാവും. ബട്ട് നമുക്ക് കോൾ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സൈലൻ്റ് ആക്കാനോ അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുള്ളൂ. അതേപോലെ തന്നെ മറ്റ് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഏത് ആപ്ലിക്കേഷനിൽ നിന്ന് വന്നതാണെന്നും പിന്നെ ആ മെസ്സേജിൻ്റെ ഒരു ചെറിയ പ്രിവ്യൂ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നോയ്സ് ഫിറ്റ് ആപ്ലിക്കേഷനിലേക്ക് വരാണെങ്കിൽ നമ്മുടെ വാച്ചിൽ മോണിറ്റർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ ഈ ഫോണിലുള്ള ആപ്ലിക്കേഷനിലേക്കും ലഭിക്കും. വാച്ച് ഫേസസ്, പിന്നെ അതേപോലെ മ്യൂസിക് കൺട്രോൾ, എന്ത് സെറ്റിങ്സും നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനെ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. സോ നമുക്ക് ഈ ഫോൺ വഴി നമുക്ക് ആ അപ്ഡേറ്റുകൾ നമ്മുടെ വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയും കൊള്ളാം. അതിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റും നല്ല എഫിഷ്യൻ്റ് ആണ്. ആകെ എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഇൻബിൽറ്റ് GPS ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് GPS യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു വാച്ച് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ലൊരു വാച്ചാണ്. ഈ വാച്ച് ഫെബ്രുവരി 10 തൊട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് 3999 ആണ്. സോ ഈ ഒരു പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ മേടിച്ചോളാം. വാച്ചിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കാം. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് മീ രാഹുൽ. ദിസ് ഈസ് റഫ്നാട്ട്. വി വിൽ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.